അസ്സലാമു അലൈക്കും. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സൂറ സുമർ 45 തൊട്ട് 75 വരെയുള്ള ആയത്തുകൾ. ഏകനായ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ പരലോക വിശ്വാസമില്ലാത്തവർക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അവനല്ലാത്തവരെ കുറിച്ച് പറയപ്പെട്ടാലോ അവരതാ സന്തോഷത്താൽ പ്രസന്നരായിത്തീരുന്നു. അപ്പോൾ നമ്മൾ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ നോക്കുമ്പം വേറൊരാളെ കുറിച്ചാണ് പറയുന്നതെന്ന് വിചാരിച്ചാൽ നമ്മളിൽ തന്നെ നമ്മളതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്താതിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കുമ്പം നമ്മളിൽ തന്നെ ഉള്ള മുസ്ലിങ്ങളിൽ തന്നെ ഉള്ള ആൾക്കാർക്ക് ഉള്ള ഒരു ദുസ്വഭാവമാണ് തങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കുന്നു എന്നവർ പറയപ്പെടും. പക്ഷേ ഏകനായ അള്ളാഹുവിനെ പറ്റി മാത്രം പറഞ്ഞാൽ അവരുടെ മുഖം വിവരണമാകുന്നു. ഇവർ ഔലിയാക്കന്മാരെയും പുണ്യാത്മാക്കളെയും ഒന്നും അംഗീകരിക്കുന്നില്ല എന്നും പറഞ്ഞവർ ഈ പറയുന്നവരെ തള്ളിപ്പറയാണ് ചെയ്യുന്നത്. അവർക്കൊരു താല്പര്യമില്ലായ്മയാണ്. അവർ പറയുന്നത് എന്താണ്, നിങ്ങളെന്താ ഔലിയാക്കന്മാരെ നിഷേധിക്കുന്നത്? ആ ഒരു പോയിന്റിൽ അവർ സ്റ്റക്കായിട്ട് നിൽക്കും. എപ്പോഴും അള്ളാഹു മാത്രമേ ഇവന് പറയുള്ളൂ. ദൈവേതരന്മാരെക്കുറിച്ച് പറഞ്ഞാലോ അവരുടെ മനസ്സ് പുളകം കൊള്ളുന്നു, മുഖത്ത് സന്തോഷം പ്രസരിക്കുന്നു. അവർക്ക് യഥാർത്ഥത്തിൽ ആകർഷണവും അനുരാഗവും ഉള്ളത് ആരോടാണെന്ന് ഈ സ്വഭാവം വെളിപ്പെടുത്തി തരുന്നു. അപ്പോൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് അള്ളാഹുവിനെ റസൂലിനെയാണ്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ അനുസരിക്കാൻ തയ്യാറാവും, അവരുമായിട്ട് അടുക്കാൻ റെഡിയാവും. അത് നമുക്ക് ഒട്ടും അടുക്കത്തില്ല. അതേസമയം ഇവർക്ക് ഇങ്ങനെ തോന്നാൻ കാരണം എന്താണ്? അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് ഔലിയാക്കളോടാണ്. അവരോട് പറഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് അവരെ തള്ളിപ്പറഞ്ഞാൽ ആ പറയുന്നവരോട് ഇവർക്ക് ദേഷ്യം വരും. അള്ളാഹു എല്ലാവരുമായിട്ട് അടുത്ത് ആണ് ഇരിക്കുന്നത്. അതിന് ഔലിയാക്കളുടെ ആവശ്യം നമുക്ക് വരുന്നില്ല. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എൻ്റെ ദാസന്മാർ എന്നെക്കുറിച്ച് നിന്നോട് ചോദിക്കുന്നുവെങ്കിൽ ഞാൻ സമീപസ്ഥനാകുന്നു. അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നു. ഇനി പുനരുത്ഥാന നാളിൽ പോയിട്ട് ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള സ്വത്ത് മുഴുവൻ കൊടുക്കാൻ നമ്മൾ റെഡിയാവും. ഊഹിക്കുക പോലും ചെയ്യാത്ത ചിലത് അവിടെ അള്ളാഹുവിൽ അവരുടെ മുന്നിൽ വരുന്നു. ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ദുഷ്ഫലങ്ങൾ പ്രത്യക്ഷമാവുകയും അവർ പരിഹസിച്ചു കൊണ്ടിരുന്ന അതേ സംഗതി തന്നെ അവരെ ബാധിക്കുകയും ചെയ്യുന്നു. ഇനി മനുഷ്യരുടെ മറ്റൊരു സ്വഭാവം പറയാണ്, തനിക്ക് ചെറിയൊരു ആപത്തണഞ്ഞാൽ അള്ളാഹുവിനെ വിളിച്ച് കേഴുന്നു. പിന്നെ നമ്മുടെ ഔദാര്യത്താൽ അനുഗ്രഹിച്ചാലോ അവൻ പറയുകയായി, ഇത് എൻ്റെ വിജ്ഞാനത്താൽ ലഭിച്ചതാണ്. പക്ഷേ അള്ളാഹു പറയുന്ന അല്ല, ഇതൊരു പരീക്ഷണമാകുന്നു. പക്ഷേ ഇവരിലധികം ആളുകളും അറിയുന്നില്ല. ഇതേ സംഗതി തന്നെ ഇവർക്ക് മുമ്പുള്ളവരും പറഞ്ഞിരുന്നു. എന്നിട്ട് അവരുടെ സമ്പാദിച്ചൊന്നും അവർക്ക് ഗുണം ചെയ്തുമില്ല. അവർ അതിൻ്റെ ദുഷ്ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. ഇനി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന കറണ്ടായിട്ടുള്ള ആൾക്കാർക്കും അതേ ഇത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സമ്പത്തുകൾ ചുരുക്കുകയും ചെയ്യുന്നു, ഉദ്ദേശിക്കുന്നവർക്ക് വിപുലീകരിച്ച് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹു ആണ് ഈ ദുനിയാവിൽ സമ്പത്ത് നമുക്ക് ഭാഗിച്ച് നൽകുന്നത്. അള്ളാഹുവിൻ്റെ ഒരു വ്യവസ്ഥ അനുസരിച്ചാണ്, അല്ലാതെ നമ്മുടെ വിജയ പരാജയത്തിൻ്റെയോ അധ്വാനത്തിൻ്റെയോ കഴിവിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിനല്ല. അത് അള്ളാഹുവിൻ്റെ ഒരു വ്യവസ്ഥ അനുസരിച്ചാണ്. അത് കുറച്ച് നാളത്തേക്കായിരിക്കും. അതേസമയം പരലോകത്ത് നമുക്ക് കിട്ടാനിരിക്കുന്നത് നമ്മുടെ നന്മ തിന്മയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതും വിശ്വസിച്ച് ചെയ്യുന്നവർക്കാണ് അതിൻ്റെ പ്രതിഫലം കിട്ടുന്നത്. വിശ്വാസം ഇല്ലാതെ ചെയ്താൽ അത് കിട്ടുകയില്ല. അത് എന്നെന്നും നിലനിൽക്കുന്നതുമാണ്. ഇവിടെ കിട്ടുന്നതും പരീക്ഷണമാണ്, കിട്ടാതിരിക്കുന്നതും ഒരു പരീക്ഷണമാണ്. അവരെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ ലോകത്ത് ധാരാളം സജ്ജനങ്ങൾ യാതനകൾ അകപ്പെട്ടതായിട്ടും എല്ലാവർക്കും കാണാൻ കഴിയുന്നു. അതേസമയം എത്രയോ ദുർജനം അവരുടെ ദുഷ്ചെയ്തികൾ ലോകത്തിന് മുഴുവൻ അറിയാം. സുഖസമൃദ്ധിയിൽ അവർ ജീവിക്കുന്നു.
ഇതിൽ ഒരു കൂട്ടരുടെ യാതനയും മറുപക്ഷത്തിൻ്റെ സമൃദ്ധിയും അള്ളാഹു സജ്ജനത്തെ വെറുക്കുകയും ദുർജനത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നുവെന്നതിൻ്റെ തെളിവാണെന്ന് വാദിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കെങ്കിലും കഴിയുമോ? അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിനല്ല ഈ ദുനിയാവിൽ വിഭവങ്ങൾ അള്ളാഹു നൽകിയിരിക്കുന്നതെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ നല്ല പോലെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ദൗർഭാഗ്യം ഭവിച്ചു കഴിഞ്ഞു, അവർക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോയാൽ അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? അവരുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിനല്ല അവർക്ക് അത് കിട്ടിയതെന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്നും അത് കിട്ടിക്കൊണ്ടിരിക്കാമല്ലോ. എന്നിട്ട് അള്ളാഹു പ്രവാചകനോട് പറയുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക, സ്വന്തം ആത്മാക്കളോട് അക്രമം പ്രവർത്തിച്ചവരായ എൻ്റെ ദാസന്മാരെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശരാവരുത്. നിശ്ചയം അള്ളാഹു സകല പാപങ്ങൾക്കും മാപ്പേകുന്നവനത്രേ, അവനേറെ പൊറുക്കുന്നവനും ദയാപരനുമല്ലോ. ജാഹിലിയ കാലത്ത് കൊല, വ്യഭിചാരം, കളവ്, കൊള്ള തുടങ്ങിയ മഹാപാപങ്ങളിൽ ആണ്ടുപോയിരുന്നവർക്കുള്ള പ്രതീക്ഷയുടെ കിരണമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സൂക്തം അവതരിച്ചിട്ടുള്ളത്. തങ്ങളുടെ പാപങ്ങൾ ഒരിക്കലും പൊറുക്കപ്പെടുകയില്ലെന്ന് നിരാശപ്പെട്ട് കഴിയുകയായിരുന്നു അവർ. അവരെ ആശ്വസിപ്പിക്കുകയാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശരാവരുത്. നിങ്ങൾ എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വണക്കത്തോടെ അള്ളാഹുവിലേക്ക് മടങ്ങുകയാണെങ്കിൽ അവയെല്ലാം പൊറുക്കപ്പെടുന്നതാവുന്നു. നിങ്ങളിൽ ശിക്ഷ ഭവിക്കുകയും പിന്നെ എങ്ങു നിന്നും സഹായം കിട്ടാതാവുകയും ചെയ്യുന്നതിന് മുമ്പായി അള്ളാഹുവിലേക്ക് തിരിച്ചു വരുവിൻ, അവന് കീഴ്പ്പെട്ടവരാകുവിൻ. ഇത് നമ്മളോട് എല്ലാവരോടുമുള്ള ഒരു താക്കീതാണ്, ഒരു മുന്നറിയിപ്പാണ്. കാരണം ഇന്ന് ഈ നിമിഷം ഇനി അടുത്ത നിമിഷം നമുക്ക് കിട്ടുമെന്ന് തന്നെ അറിയില്ല. അതുകൊണ്ട് ഇതുവരെ ചെയ്തുള്ള പാപങ്ങൾ അള്ളാഹു പുറത്ത് തരണമെങ്കിൽ അള്ളാഹുവിലേക്ക് തിരിച്ച് വന്ന് അള്ളാഹു പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മൾ രക്ഷപ്പെട്ടു. കഴിഞ്ഞു പോയത് പടച്ചവൻ പുറത്ത് തരികയും ചെയ്യും. ഈ അവസരം പിന്നീട് നമുക്ക് കിട്ടണം എന്നില്ല. അതുകൊണ്ട് അള്ളാഹു അങ്ങനെ നമുക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് അവതീർണമായ വേദത്തിലെ സദ്വചനങ്ങളെ പിന്തുടരുകയും ചെയ്യുവിൻ. നിങ്ങൾ അറിയാതെ ആകസ്മികമായി ദൈവിക ശിക്ഷ വന്നു പതിക്കും മുമ്പായി. ശിക്ഷ എപ്പോൾ വേണമെങ്കിലും ഏതു രൂപത്തിലും വരാം. അന്ത്യനാളല്ല എങ്കിലും നമ്മുടെ അന്ത്യനാളം നമ്മുടേതെന്താണ്? മരണത്തോടു കൂടി നമ്മുടെ ചാൻസ് അവസാനിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായി നമ്മൾ തിരിച്ചു വരിക. ഒരാളും ഇപ്രകാരം വിലപിക്കാൻ ഇടയാകാതിരിക്കട്ടെ. എന്നിട്ട് കുറച്ച് ഇനി വരുന്ന 2-3 ആയത്തിൽ നമ്മൾ ഖേദിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസാണ്, ഓരോ രംഗങ്ങളാണ് ഇനി പറഞ്ഞു തരുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് അള്ളാഹു നമ്മൾക്കൊരു വിഷ്വലൈസേഷൻ തരികയാണ്. ആ സന്ദർഭം ഇങ്ങനെയൊക്കെ വരാനിരിക്കുന്നു, കാരണം നമ്മൾ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് കണ്ടതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലാണ് ഖുർആൻ ആയത്തുകൾ അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നത്, നമ്മുടെ ആത്മാവിലേക്ക് ആഴ്ന്ന് ഇറങ്ങുന്ന രീതിയിൽ. ഒരാളും ഇപ്രകാരം വിലപിക്കാൻ ഇടയാകാതിരിക്കട്ടെ. ഞാൻ അള്ളാഹുവിനോടുള്ള ബാധ്യതയെ അവഗണിച്ചത് കഷ്ടമായിപ്പോയി. ഞാൻ അതിനെ പുച്ഛിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നുവല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ കഷ്ടം, അള്ളാഹു എനിക്ക് സന്മാർഗമരുളി ഇരുന്നുവെങ്കിൽ ഞാനും ഭക്തന്മാരുടെ കൂട്ടത്തിലായേനെ. അല്ലെങ്കിൽ ശിക്ഷയെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ എനിക്ക് ഒരവസരവും കൂടി ലഭിച്ചിരുന്നെങ്കിൽ, അങ്ങനെ ഞാനും സൽക്കർമ്മികളിൽ ഉൾപ്പെട്ടെങ്കിൽ. അപ്പോൾ അവർക്ക് ഉത്തരം ലഭിക്കും, എൻ്റെ സൂക്തങ്ങൾ നിൻ്റെ അടുക്കൽ വന്നെത്തിയിട്ടുണ്ടായിരുന്നില്ലേ? എന്നിട്ട് നീ അതിനെ തള്ളിപ്പറയുകയും ഗർവോടെ സത്യനിഷേധികളിൽ ചേരുകയും ചെയ്തതല്ലേ? ഇന്ന് അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം ചമച്ചവരുണ്ടല്ലോ, അന്ത്യനാളിൽ അവരെ മുഖം ഇരുണ്ടവരായിട്ടായിരിക്കും നീ കാണുക. അഹങ്കാരികൾക്ക് നരകത്തിൽ മതിയായ സ്ഥലമില്ലെന്നോ? നേരെ മറിച്ച് അവിടെ ഭക്തന്മാരായി വാണവരോ അവരവലംബിച്ചത് രക്ഷാമാർഗമാകയാൽ അള്ളാഹു രക്ഷ നൽകുന്നതാകുന്നു. അവരെ ഒരു ദോഷവും ബാധിക്കുകയില്ല, അവർ ദുഃഖിക്കാൻ സംഗതിയാവുകയുമില്ല. ഈ ആയത്തുകളൊക്കെ ശരിക്കും നമ്മൾ ഖുർആൻ ആയത്ത് തന്നെ മലയാളത്തിൽ പറയാതെ മനസ്സിൽ തട്ടുന്നത് കൂടുതലും ഖുർആൻ ആയത്തിൽ കൂടെ പോകുമ്പോഴായിരിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ ആയത്തുകൾ എങ്ങനെ പിന്തുടരാൻ പറഞ്ഞിരിക്കുന്നത്? അള്ളാഹു ആജ്ഞാപിച്ച കാര്യങ്ങൾ ചെയ്യുക, നിരോധിച്ച കാര്യങ്ങളെല്ലാം വർജിക്കുക. അവൻ അരുളിയ ഉദാഹരണങ്ങളിൽ നിന്നും കഥകളിൽ നിന്നും പാഠങ്ങളും ഉപദേശങ്ങളും നേടുക.
ഒരുപാട് ഇത് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് വിവരിച്ച് തന്നിരിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ട് നമ്മളിൽ തിരുത്തലുകൾ നടത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ ചെയ്യേണ്ടത് അള്ളാഹു ആജ്ഞാപിച്ചത് നമ്മൾ ചെയ്യുക, പിന്നെ നിഷേധിച്ചതിൽ നിന്ന് വിട്ടു നിൽക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനൊന്നും വലിയ എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ സമാധാനത്തോടുകൂടി ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകില്ല. അള്ളാഹു സകല വസ്തുക്കളുടെയും സൃഷ്ടാവാകുന്നു. എല്ലാം അവൻ തന്നെ നോക്കി നടത്തുന്നു. അള്ളാഹു സൃഷ്ടിച്ചിട്ട് അതൊന്നും വാച്ച് ചെയ്യാതെ, ശ്രദ്ധിക്കാതെ, പരിപാലിക്കാതെ വിട്ടുപോകുന്നില്ല. അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലും പരിപാലനത്തിലും എല്ലാമാണ് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നിലനിന്ന് പോകുന്നത്. ഭൂമിയിലെയും വാനലോകങ്ങളിലെയും ഖജനാവുകളുടെ താക്കോലുകൾ അവങ്കൽ മാത്രമാകുന്നു. നമുക്ക് കയ്യിൽ കിട്ടുന്ന എല്ലാ പൈസയും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹുവാണ് അതിൻ്റെ എല്ലാം ഉടമസ്ഥാവകാശമുള്ളവൻ. അള്ളാഹു കുറച്ച് ആളുകളുടെ കയ്യിൽ ഇത് കുറച്ച് കാലത്തേക്ക് കൊടുത്തിരിക്കുന്ന അവർ അള്ളാഹു പറയുന്നത് അനുസരിക്കുന്നുണ്ടോ, കൊടുക്കേണ്ടതുപോലെ കൊടുക്കാൻ കൽപ്പിച്ചിരിക്കുന്നു അത് കൊടുക്കുന്നുണ്ടോ, അങ്ങനെയെല്ലാം അള്ളാഹു ടെസ്റ്റ് ചെയ്യാൻ. ഇനി ആരാണ് നഷ്ടകാരികളെന്ന് പറഞ്ഞു തരികയാണ്. അള്ളാഹുവിൻ്റെ സൂക്തങ്ങളെ നിഷേധിക്കുന്നവരാരോ അവരാകുന്നു മഹാനഷ്ടത്തിലായവർ. ഷിർക്കോട് കൂടിയ ഒരു കർമ്മവും സൽക്കർമ്മമായി അംഗീകരിക്കപ്പെടുകയില്ല. ബഹുദൈവ വിശ്വാസിയായി കഴിയുന്ന ഒരാൾ തൻ്റെ വീക്ഷണത്തിൽ സൽക്കർമ്മമായി കരുതുന്ന ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അതിൻ്റെ പേരിൽ അയാൾ ഒരു പ്രതിഫലത്തിനും അർഹനാവുന്നില്ല. അയാളുടെ ജീവിതം തികച്ചും നഷ്ടകരമായി തീരുന്നു. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി. ഈ ജനം അള്ളാഹുവിൻ്റെ മഹത്വം മാനിക്കേണ്ട വിധം മാനിച്ചിട്ടില്ല. അതായത് അള്ളാഹുവിൻ്റെ ഗാംഭീര്യത്തെയും മഹത്വത്തെയും കുറിച്ച് ഇവർക്ക് ഒരു ബോധവുമില്ല. കാരണം ചിന്തിക്കുന്നവർക്കാണ് അത് മനസ്സിലാവുന്നത്. എത്ര കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നു ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും എല്ലാം നമ്മൾ അതുകൊണ്ടാണ് ഓരോ ആയത്തിലൂടെയും മിക്കവാറും അള്ളാഹു ഈ പ്രപഞ്ച വ്യവസ്ഥയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത്. അതെല്ലാം അള്ളാഹു എങ്ങനെയാണ് മഴ വർഷിപ്പിക്കുന്ന കാര്യവും ചെടി വളർത്തുന്ന കാര്യവും സൂര്യചന്ദ്രന്മാരുടെ അതിൻ്റെ കാര്യങ്ങളും എല്ലാം അള്ളാഹു നമുക്ക് പറഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലാവും അള്ളാഹുവിൻ്റെ ഗാംഭീര്യം എത്രത്തോളം എന്താണെന്ന്. അത്രത്തോളം നമ്മൾ ചെറുതാവുകയും ചെയ്യും. അതുകൂടാതെ അള്ളാഹുവിനെ അപേക്ഷിച്ച് നമ്മൾ ബാക്കിയുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ, അവർക്ക് എത്രത്തോളം അള്ളാഹുമായിട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം മഹത്വം ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ വലിപ്പ ചെറുപ്പം അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുമല്ല അള്ളാഹുവിന് ആ വേണ്ട രീതിയിൽ അത് നമ്മൾ കൊടുക്കുന്നുമില്ല. അള്ളാഹുവിൻ്റെ ആ ഖദറിന് മഹത്വത്തിന് മാനിക്കേണ്ട വിധം നമ്മൾ മാനിക്കുന്നില്ല. പുനരുദ്ധാന നാളിൽ ഭൂലോകമാസകലം അവൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നു. വാനലോകമോ അവൻ്റെ വലം കൈയിൽ ചുരുട്ടപ്പെട്ടതാവും. ഈ ജനം ആരോപിക്കുന്ന പങ്കാളിത്തത്തിൽ നിന്നെല്ലാം പരിശുദ്ധനും അത്യുന്നതനും എത്രയവൻ. അന്നാളിൽ കാഹളം ഊതപ്പെടുന്നു. അപ്പോൾ വാനഭൂവങ്ങളിലുള്ളവരൊക്കെയും മരിച്ചു വീഴുന്നു. ജീവനുള്ളവരായിരിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ. പിന്നെ മറ്റൊരു ഊത്തുണ്ടാവും. അപ്പോഴതാ എല്ലാവരും എഴുന്നേറ്റ് നോക്കാൻ തുടങ്ങുന്നു. ഭൂമി അതിൻ്റെ റബ്ബിൻ്റെ ചൈതന്യത്താൽ പ്രക്ഷോഭിതമാകുന്നു. കർമ്മപുസ്തകങ്ങൾ സമർപ്പിക്കപ്പെടുന്നു. പ്രവാചകന്മാരും എല്ലാ സാക്ഷികളും ഹാജരാക്കപ്പെടുന്നു. ജനങ്ങൾക്കിടയിൽ തികച്ചും ന്യായമായ വിധി പ്രസ്താവിക്കപ്പെടുന്നു. ആർക്കെതിരെയും ഒരു അനീതിയും ഉണ്ടാവില്ല. ഓരോ ആത്മാവും അത് പ്രവർത്തിച്ചതെന്തിനും പരിപൂർണമായി പ്രതിഫലം നൽകപ്പെടുന്നു. ജനം പ്രവർത്തിക്കുന്നതെന്തും അള്ളാഹു നന്നായി അറിയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ദുനിയാവിൽ തന്നെ എല്ലാ റിസൾട്ടും നീതിയും ഒക്കെ ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിന് നമ്മൾ പടച്ചവനിൽ പരലോകത്തേക്ക് അത് അള്ളാഹു നീട്ടി വച്ചിരിക്കുകയാണ്. ആ സമയത്ത് എല്ലാത്തിനും ഒരു നീതി പുലരുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മളെല്ലാത്തിനും ക്ഷമയോടുകൂടി സബറോടുകൂടി അതിനേക്ക് കാത്തിരിക്കണം. അല്ലാതെ ഈ ദുനിയാവിൽ തന്നെ അത് കിട്ടണമെന്നും പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. അടുത്ത 2-3 ആയത്തുകളിൽ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന രംഗങ്ങളും
സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ രംഗങ്ങളുമാണ് വിവരിച്ചിരിക്കുന്നത്. ആയിരുന്നവർ കൂട്ടം കൂട്ടമായി, അതാണ് ഈ സൂറത്തിന് പേര് വന്നിരിക്കുന്നത്, കൂട്ടം കൂട്ടമായി സുമറ നരകത്തിലേക്ക് തെളിക്കപ്പെടുന്നു. അവർ അങ്ങെത്തിച്ചേരുമ്പോൾ നരക കവാടങ്ങൾ മലർക്കെ തുറന്ന് കിടപ്പുണ്ടാകും. അതിൻ്റെ പാറാവുകാർ അവരോട് ചോദിക്കും, റബ്ബിൻ്റെ സൂക്തങ്ങൾ ഓതി കേൾപ്പിക്കുകയും ഒരിക്കൽ ഈ ദിനത്തെ അഭിമുഖീകരിക്കേണ്ടതുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന ദൂതന്മാർ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ നിങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നില്ലയോ? അവർ പറയും, അതെ, വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നിഷേധികളുടെ മേൽ ശിക്ഷാവിധി ബാധകമായി പറയപ്പെടും. കടന്നു വന്നോളിൻ, നരകവാതിലുകൾ ഇവിടെയാണ് ഇനി നിങ്ങൾ എന്നെന്നും വസിക്കേണ്ടത്. അഹങ്കാരികളുടെ സങ്കേതം എത്ര ദുഷ്ടം. ഇതെത്ര ആയത്ത് നമ്മൾ കേട്ടിട്ടും നമ്മുടെ ഉള്ളിലേക്ക് അതങ്ങ് ദൃഢമാകുന്നില്ല, പതിയുന്നില്ല. അതുകൊണ്ട് എത്രത്തോളം ദൃഢമാക്കാൻ നമുക്ക് കഴിയുന്നതോ അതിനുള്ളത് നമ്മൾ എഫേർട്ട് എടുത്ത് ഇത് വീണ്ടും കേട്ട് ആ വിശ്വാസം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ പരലോക വിശ്വാസം ദൃഢമാകുന്നത്. ഇതൊന്നും വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ നടക്കാനിരിക്കുന്നതാണ് എന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. അടുത്ത ആയത്തിൽ പറയുന്നത്, റബ്ബിനെ ധിക്കരിക്കുന്നത് സൂക്ഷിച്ചവരോ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നവരാകുന്നു. അവർ അങ്ങെത്തുമ്പോൾ അതിൻ്റെ കവാടങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ സൂക്ഷിപ്പുകാർ അവരോട് പറയും, നിങ്ങൾക്ക് സലാം, നന്നായിരിക്കട്ടെ, എന്നേക്കുമായി കടന്നുകൊള്ളുവിൻ. അവർ പറയും, ഞങ്ങളോടുള്ള വാഗ്ദത്തം സഫലമാക്കി തരികയും ഞങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കുകയും ചെയ്ത അള്ളാഹുവിന് സ്തുതി. ഇനി സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളയിടത്ത് സ്ഥലം പിടിക്കാമല്ലോ. പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം എന്തുമാത്രം വിശിഷ്ടം. അപ്പോൾ അവർക്കുണ്ടാകുന്ന ആ സന്തോഷം എത്രത്തോളമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ അവകാശം എന്ന് പറയുന്നത് പരലോകം ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മലക്കുകൾ ദൈവിക സിംഹാസനത്തിന് ചുറ്റും അണിനിരന്ന് റബ്ബിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നതായി നിനക്ക് കാണാം. ജനത്തിനിടയിൽ നീതിപൂർവം വിധി പ്രസ്താവിക്കപ്പെടുന്നു. സർവ്വലോകനാഥനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് വിളിച്ചു പറയപ്പെടുന്നു. അള്ളാഹുവിൻ്റെ ഓരോ സൂക്തങ്ങളും ശ്രദ്ധിച്ച് കേൾക്കാനും അത് പിന്തുടരാനും അത് അനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് നമ്മുടെ ഹൃദയത്തിന് വിശാലത നൽകട്ടെ. നരകത്തിൽ നിന്ന് കാത്ത് അള്ളാഹു നമ്മളെ ഏവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.